ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉണ്ടല്ലോ, കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചായ കുടിക്കുന്നതിനിടയ്ക്ക് അങ്ങനെയുള്ള ടൈമിലൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ കമൻസും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. അപ്പോൾ ചിലപ്പം പഴയ വീഡിയോയിലൊക്കെ ആണെങ്കിലും കമൻസ് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ വരും. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴല്ല ഫോൺ ഇങ്ങനെ ഓൺ ആക്കുമ്പോഴൊക്കെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരികയില്ല, അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ കണ്ണിൽ ഒരു കമൻറ്റ് കണ്ടു കേട്ടോ. ആ കമൻറ്റ് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാവേ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, കണ്ണാടി വെച്ചോട്ടെ. എന്നാ പറയാനാ എൻ്റെ ദൈവമേ. അപ്പം സുവർണ എന്ന് പറഞ്ഞൊരു മേഡമാണ് കേട്ടോ ആ കമൻറ്റ് ഇട്ടേക്കുന്നത്. മേഡത്തിനോട് വലിയൊരു നമസ്കാരം. ഇത് ഏത് വീഡിയോയ്ക്ക് വന്നേക്കുന്നതാണെന്നറിയോ ഈ കമൻറ്റ്? കഴിഞ്ഞ ദിവസം ഞാനൊരു കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ അസോസിയേഷൻ്റെ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തില്ലോ. എൻ്റെ പേര് സിന്ധു സുനിൽ, എൻ്റെ ഹസ്ബൻഡ് സുനിൽ. ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നു, എനിക്ക് 3 മക്കൾ, 5 കൊച്ചുമക്കൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നല്ലോ. അത് ഞാനുണ്ടല്ലോ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു 100-150 പേരുണ്ടായിരുന്നു തോന്നുന്നു അസോസിയേഷൻ്റെ പരിപാടിക്ക്. അതായത് എൻ്റെ നാട്ടുകാർ ഈ ഉപ്പുകാരക്കാരാണ് അവർ ഫുള്ള്. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ കുഞ്ഞിലേ മുതലോ ഞാൻ ഈ ഉപ്പുകാരെ ജനിച്ചു വളർന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിനകത്ത് എന്താ പറയുക, എത്ര ഏജ് ഉള്ളവർ ആദരിക്കുന്നതൊക്കെ കണ്ടില്ലേ, എത്ര ഏജ് ഉള്ളവരുണ്ട് അങ്ങനെ. അപ്പോൾ എന്നെ കുഞ്ഞിലെ പെറ്റിക്കോട്ടിട്ട് നടക്കുന്ന പ്രായം മുതലേ അറിയാവുന്നതാണ് അതിനകത്തുള്ള കുറേ അധികം ആൾക്കാർക്കും. അപ്പം ഇപ്പം ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് പച്ചക്കള്ളവോ എന്തെങ്കിലും ആണോ വിളിച്ച് കൂവിയെന്ന് എനിക്കറിയത്തില്ല. സുവർണ്ണമേടത്തിനൊരു ചെറിയൊരു ഇത് തോന്നി, അതുകൊണ്ട് സുവർണ്ണമേടം ഇട്ടേക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കാവേ. 3 മക്കളും 5 പേരക്കുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മോളെയും ഒരു പേരക്കുട്ടിയെയും മാത്രമേ കാണുന്നുള്ളല്ലോ, ബാക്കിയൊക്കെ ആവിയായിപ്പോയോന്ന്. സുവർണേ, ഇത്രയും നേരം ഞാൻ മേഡം എന്ന് വിളിച്ചില്ലേ, നിന്റെ വീട്ടിലെ ആരെങ്കിലും ആവിയായി പോകാതെയും പുകയായി പോകാതെയൊക്കെ നീ നോക്ക് കേട്ടോ. മേലിൽ എൻ്റെ കുഞ്ഞുങ്ങളെയോ കൊച്ചുമക്കളെയോ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നാൽ നീ വിവരം അറിയും. മനസ്സിലായോ നിനക്ക്? നീ എന്നാ വിചാരിച്ചത്? ഇപ്പം ഞങ്ങൾ സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ പോകുമെന്ന് കാണുമ്പോഴത്തേക്കും എൻ്റെ കൊച്ചുമക്കളെയോ അല്ലെ എൻ്റെ മക്കളെയോ ഒക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അനങ്ങാതിരിക്കുമെന്നോ? എൻ്റെ കൊച്ചുമക്കൾ ആവിയായി പോകാതെയും പുകയായി പോകാതെയും ഒക്കെ നോക്കാനായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എന്നും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലായോ? നിനക്ക് നിൻ്റെ ആ ദുഷ്ട മനസ്സിൻ്റെ ആ ഇതാണ് നീ പറഞ്ഞത്. എനിക്ക് ശരിക്കും ഈ കമൻറ്റ് ഇപ്പം ഞാൻ കുളിച്ച് എല്ലാം കഴിഞ്ഞ് എന്നാ പറഞ്ഞത് വിളക്കൊക്കെ കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വലിയ സന്തോഷത്തോടെ വന്ന് ഞാൻ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് സുവർണ മേഡത്തിൻ്റെ കമൻറ്റ് കണ്ടത്. നിൻ്റെ കൊച്ചുമക്കളും ബാക്കി മക്കളും ഒക്കെ ആവിയായി പോയോന്ന്. ആവിയായി പോകാതെയും പുകയായി പോകാതെയും ഭസ്മമായി പോകാതെയൊക്കെ നിൻ്റെ വീട്ടിലുള്ളവരെ നീ നോക്ക്. മനസ്സിലായോ? ദൈവം തന്ന കുഞ്ഞുങ്ങളാണ് എനിക്ക്. 2 മക്കളെ ഞാൻ പ്രസവിച്ചിട്ടുണ്ട്. ഞാൻ പല വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നൊക്കെ കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ, സിന്ധുമ്മയ്ക്ക് എത്ര മക്കളാണെന്നൊക്കെ. അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. എനിക്ക് 3 മക്കളുണ്ട്. 2 മക്കളെ ഞാൻ പ്രസവിച്ച മക്കൾ, അല്ലാണ്ട് ദൈവമായിട്ട് എനിക്കൊരു കുഞ്ഞിനെ തന്നു, അത് ചേട്ടായിയുടെ മോള്. അപ്പം 2ാമത് എന്നെ ചേട്ടായി കല്യാണം കഴിച്ചാൽ ഇപ്പോൾ പുതുതായിട്ട് വന്നവർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പം പഴയ വീഡിയോസിനകത്തൊക്കെ നമ്മുടെ കാര്യങ്ങളും കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ പറയാത്തത്. അപ്പം എൻ്റെ 3 മക്കളെയും എൻ്റെ കഴിവനുസരിച്ച് വിദ്യാഭ്യാസവും കൊടുത്ത് ഞാൻ നല്ല രീതിയിൽ എനിക്ക് ആകുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ പൊന്നു മക്കളെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർത്തി നോക്കി തന്നെ വിട്ടതുകൊണ്ടാണ് ഇന്ന് അതുങ്ങൾ 3 സ്ഥലങ്ങളിലും 3 വ്യത്യസ്ത വീടുകളിൽ ചെന്നിട്ടും അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത്. മനസ്സിലായോ? പിന്നെ ദൈവം അവർക്ക് കൂട്ടിച്ചേർത്ത കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ കഷ്ടപ്പെടാനും എന്നാ പറയുന്നത് ജീവിക്കണം എന്നുള്ള ഒരു നല്ല മനസ്സുള്ള കുഞ്ഞുങ്ങളെ തന്നെയാണ് അവർക്ക് 3 മക്കൾക്കും കിട്ടിയിരിക്കുന്നത്. പിന്നെ ജീവിതമാണ്. എന്തെങ്കിലും സ്വരച്ചേർച്ച എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ മക്കളാണ് അവർ. അപ്പോൾ എന്തെങ്കിലും തെറ്റോ കുറ്റോ കണ്ടാൽ ചിലപ്പോൾ ഞാൻ വഴക്ക് പറയും, ചിലപ്പോൾ 2 പൊട്ടിച്ചെന്ന് വരിക്കും. അതൊക്കെ എൻ്റെ കാര്യം. അല്ലാതെ നിന്നെ പോണക്കുള്ളവർ വന്ന് എൻ്റെ മക്കളെയോ കൊച്ചുമക്കളെയോ വേണ്ട. അതിനുള്ള ഇത് നിനക്ക് തന്നിട്ടില്ല ആരും കേട്ടോ. അതിനുള്ള പെർമിഷനൊന്നും നിനക്ക് ആരും തന്നിട്ടില്ല, പോയിക്കാനും ആവിക്കാനും ഒന്നും. മനസ്സിലായല്ലോ? നിനക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിൻ്റെ ആ വ്രണം പിടിച്ച ആ മനസ്സിൽ ഇപ്പം ഞങ്ങൾ എല്ലാവരും സന്തോഷപരമായിട്ട് പോകുന്നു, സമാധാനപരമായിട്ട് പോകുന്നു. അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകാൻ സമയം കിട്ടുന്നില്ല. കാരണം അത്രയ്ക്കും നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, എൻ്റെ കെട്ടിയവനായിക്കോട്ടെ, മക്കളായിക്കോട്ടെ ഒക്കെ പോകുന്നു. അത് കണ്ടിട്ട് നിനക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അലമ്പുണ്ടാക്കാം, എങ്ങനെയെങ്കിലും ഒന്ന് ഇത് വെക്കാന്ന് ഓർത്തോ? നിന്നെ ആരെങ്കിലും വക വെച്ചോ? അതിനകത്ത് വന്ന് കമൻറ്റ് ഇട്ടിട്ട് പട്ടിയുടെ വില കൽപ്പിച്ചോ? ഞാൻ നിൻ്റെ അത് ബ്ലോക്ക് ആക്കിയിട്ടില്ല. നീ നാളെ പറ്റുമെങ്കിൽ ഒന്ന് വന്ന് തിരിച്ചതിന് കമൻറ്റ് ഇടുക. എന്നിട്ട് വേണം എനിക്കിതിന് തീരുമാനം എടുക്കാനായിട്ട്.
എന്നാന്നറിയോ, ഇതിനെല്ലാം നിയമങ്ങളുണ്ട്. നമ്മൾ വേണ്ട 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 എന്ന് വെച്ചാൽ നല്ല സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് ഇപ്പം നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക. കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഒഴിച്ചാൽ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് നല്ല സമാധാനപരമായിട്ട് പോവാം. സാധാരണ മനുഷ്യരുണ്ടല്ലോ, നീയൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ചില മനുഷ്യരുണ്ട് എങ്ങനെയാണെന്നറിയോ, ഇന്നലത്തെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇന്നലെ എന്നാ സംഭവിച്ചത്, ഇന്നലെ ആരെയാ ദ്രോഹിച്ചത്, ഇന്നലെ ദ്രോഹിച്ചതിൻ്റെ ആ സന്തോഷം ഉള്ളിലടക്കി ഇങ്ങനെ എന്നാ പറയുന്നത് അത്രമാത്രം സന്തോഷം നിറച്ച് ജീവിക്കുന്നവരുണ്ട്. പിന്നെ അങ്ങനെയുള്ള കൂട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളത്തെക്കുറിച്ചും ചിന്തിക്കും. പക്ഷെ ഇന്ന് എങ്ങനെയാവണം, ഇന്ന് നല്ലതായിട്ട് പോകാം, ഇന്നത്തെ ദിവസം നമുക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്യാണ്ടിരിക്കാം, ഇന്ന് കഴിഞ്ഞിട്ടാണല്ലോ നാളെ. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല നീയൊക്കെ ഇന്നലെ നാളെയും ചിന്തിക്കുന്നതിനെ കുറിച്ചുള്ള കൂട്ടത്തിലുള്ളതാണ്. മേഡത്തിൻ്റെ വീട്ടിലെ സുവർണ്ണ പ്രസവിച്ചോളാണോ മക്കളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. നിന്റെ കൊച്ചുമക്കൾക്കോ മക്കൾക്കോ ഒക്കെ പുകയിടാതെയും ആവിയിടാതെയൊക്കെ നീ ശ്രദ്ധിക്കുക കേട്ടോ, സൂക്ഷിക്കുക കേട്ടോ. ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ഞാനൊരു അമ്മയല്ലാണ്ടായി പോവും, ഒരു സ്ത്രീ അല്ലാണ്ടായി പോവും. കാരണം ഞാൻ എൻ്റെ മക്കൾക്ക് ജന്മം കൊടുത്തത് കൊണ്ട് തന്നെയാണ് അവർ ഇന്ന് ഈ ഭൂമിയിൽ നല്ല അന്തസ്സോടെ ജന്മം കൊടുത്തെന്ന് മാത്രം പറഞ്ഞ കാര്യമില്ല, അവർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അവരുടെ ആ ഒരു ചെറുപ്രായത്തിൽ ഞാൻ ചെയ്ത് കൊടുത്ത നല്ല അന്തസ്സുള്ള ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് മാർക്കിട്ട് വെച്ചു ഓരോ പണിയും ചെയ്ത് കയ്യിലും മുള്ളും കൊണ്ട് ചോര ഇറ്റ് വീണ് അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളായതുകൊണ്ട് ഇന്നും വഴി തെറ്റാതെ അവർ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് നിൻ്റെയൊക്കെ ഞാൻ പറയുന്നില്ല, കാരണം നിൻ്റെ ആ സംസ്കാരം എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം എൻ്റെ കൊച്ചുമക്കളെയോ എൻ്റെ മക്കളെയോ പറയാനായിട്ട് നീയെന്നല്ല ഓരോരുത്തരും പോരണ്ട എൻ്റെ ചാനലിലോട്ട്. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി സന്തോഷകരമായിട്ട് ജീവിക്കുന്നു. അവരങ്ങനെ തന്നെ നല്ല അഭിമാനമായിട്ട്, എനിക്ക് അഭിമാനമുള്ള ആ കാര്യത്തിൽ സന്തോഷമുള്ളൂ. ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ, ഒരു ആപത്തനർത്ഥവും വരുത്തരുതേ, ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. മനസ്സിലായോ നിനക്ക്? ഞാനേ ഈ എന്നെ ഒളിച്ചും പാത്തും ഒന്ന് നിന്ന് ഒരു മൂലയിലോ ഒരു സൈഡിലോ പോയി നിന്നിട്ടല്ല, മൈക്കിനകത്തൂടെ തന്നെ 10 പേര് ഉള്ള ഒരു പബ്ലിക് പ്ലേസിൽ ആണ് പറഞ്ഞത് എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന്. അല്ലാണ്ട് ഒളിച്ചും പാത്തുമൊന്നുമല്ല പറഞ്ഞത്. മനസ്സിലായോ സുവർണയ്ക്ക്? എൻ്റെ പൊന്ന് സുവർണ, നിനക്ക് ആരാ ഈ പേരിട്ട്? എത്ര നല്ലൊരു പേരാ എൻ്റെ പൊന്നെ, പറയാതിരിക്കാൻ വയ്യ സത്യം. എനിക്കുണ്ടല്ലോ എനിക്ക് ശരിക്കും ദേഷ്യ സങ്കടമല്ല അത്. പണ്ടുണ്ടല്ലോ നമ്മുടെ എന്നാ പറയുന്നത് നാരായണത്തുഭ്രാന്തൻ്റെ ഒരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ കണ്ടപ്പോൾ നാരായണത്തുഭ്രാന്തൻ്റെ ഒരു കഥ പറയട്ടെ. നാരായണത്തുഭ്രാന്തൻ തന്നെ ചെയ്യും, ഉന്തി വലിയ പുറമോണ്ടം കല്ല് പുള്ളിക്ക് ചുമന്നുകൊണ്ട് തള്ളിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലാത്ത ഉന്തി പുള്ളി മണ്ടയ്ക്ക് ചെന്ന് ഇവനെയും താഴോട്ട് ഊട്ടി വിടും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് പുള്ളി നേടി അത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് അത്രയും നേടി മണ്ടേ കൊണ്ടുവന്ന സാധനം വിട്ട് കളഞ്ഞിട്ട് പുള്ളി നിന്ന് ചിരിക്കും. മനസ്സിലായോ? സന്തോഷം കൊണ്ട് പുള്ളി നിന്ന് ചിരിക്കും. അപ്പം നമ്മളെല്ലാവരും, നീ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ തന്നെ ആ പുള്ളീനെ ഭ്രാന്തൻ. പക്ഷെ ആ പുള്ളി അല്ല ഭ്രാന്തൻ. ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ട സാധനം, കഷ്ടപ്പെട്ട് നേടിയെടുത്ത വസ്തു താഴെ പോയിട്ടും സന്തോഷിക്കുകയാണ് ചെയ്തത്. അപ്പം പുള്ളീനെ ഭ്രാന്തൻ എന്നല്ല പറഞ്ഞത്, നഷ്ടത്തിലും സന്തോഷിക്കാനായിട്ട് മനസ്സിന് അത് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു പാഠം പഠിപ്പിച്ച ആളാണ് നാരായണത്തുഭ്രാന്തൻ. മനസ്സിലായോ? നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും നഷ്ടങ്ങളോ സങ്കടങ്ങളോ വിഷമങ്ങളോ വേദനകളോ ഇന്നലകളിൽ വന്നു എന്ന് കരുതി ഇന്നും നാളത്തെയും ഒക്കെ അങ്ങനെ തന്നെ അങ്ങ് പോകുമെന്ന് നീ ഒന്നും വിചാരിക്കണ്ട, ഒരിക്കലും വിചാരിക്കണ്ട. മനസ്സിലായോ? എരുതിയിലോട്ട് എണ്ണ ഒഴിക്കാനായിട്ട് നീ ഒന്ന് ശ്രമിക്കുകയും വേണ്ട, അത് നടക്കത്തില്ല. കാരണം ഞാൻ തീയിൽ കുരുത്ത ഇപ്പോഴും ഞാൻ പറയണം. അതേപോലൊക്കെ ശരിക്ക് കഷ്ടപ്പെട്ട് എല്ലുമുറിയെ കഷ്ടപ്പെട്ട് ജീവിച്ച വ്യക്തി തന്നെയാണ് ഞാൻ. അത് എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ ഉപ്പുതറ, ഞാൻ വേറെ ഏതെങ്കിലും അന്യ നാടുകളിൽ ചെന്ന് നിന്നിട്ടല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഇന്ന ആൾക്കാരുണ്ട്, ഇന്ന ഒരു സുഖമായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് എന്നെ പച്ചവെള്ളം പോലെ അറിയാവുന്ന ആൾക്കാരുടെ മുമ്പിലാണ്. അല്ലാതെ നിന്നെപ്പോഴൊക്കെ ഒന്നും അറിയത്തില്ലാതെ എന്നാ പറഞ്ഞ് അവിടെ കണ്ടതും ഇവിടെ കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് വന്നിരുന്ന് പറയുന്ന മാതിരിയല്ല. എന്നതാന്ന് ശരിക്കും അറിയത്ത് പോലുമില്ല. ഒരാളെ, ഓരോ മനുഷ്യനെയും അതെ സോഷ്യൽ മീഡിയയിൽ കീറി മുറിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ അത്ഭുതം തോന്നും. ഇവരൊക്കെ ഇന്നലെ വരെ ഇവരുടെ വീട്ടിൽ ജീവിച്ചിട്ട് പോയത് മാതിരിയാണല്ലോ എന്ന് തോന്നും. ശരിക്കും
അയ്യോ കഷ്ടം തന്നെ, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ചാനലിൽ എന്തെങ്കിലും എനിക്ക് മനസ്സിൽ പിടിക്കാത്ത മോശമായിട്ടുള്ള കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്, കമൻറ്റ് ആരും ആയിക്കോട്ടെ, ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് സ്ക്രീൻഷോട്ട് എടുക്കുകയും ചെയ്യും. പിന്നെ വേണ്ടാത്താന്ന് വെച്ചാൽ ഞാൻ അപ്പം ഡിലീറ്റ് ആക്കും, ഇതല്ലെങ്കിൽ ഞാനത് കണ്ടൻ്റ് ആക്കും. കണ്ടൻറ്റ് എനിക്ക് ഒരു എന്നാണേലും യൂട്യൂബിനകത്തൊരു വരുമാന മാർഗ്ഗമാണല്ലോ വീഡിയോ ഇടുക എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടൻ്റ് ആക്കാനെയും ഇതുമല്ല നിവർത്തി കേട്ടാൽ ഞാൻ അതിനുള്ള നിയമ നടപടിയായിട്ട് പോകും. ഇപ്പോൾ ഉണ്ടല്ലോ ഈ ലോകത്തെ ചുമ്മാ അപ്പോൾ പരിപാടിയൊന്നുമല്ല, എല്ലാത്തിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, മനസ്സിലായോ? അതല്ലാണ്ട് ഞാൻ വേറൊരു കമൻറ്റ് കണ്ടു കേട്ടോ. ആ കമൻറ്റ് ഈ പറഞ്ഞ കണക്ക് സിന്ധുമ്മയുടെ കുഞ്ഞിലത്തെ കാര്യങ്ങൾ, സിന്ധുമ്മയുടെ ജീവിത സ്റ്റോറി, ലൈഫ് സ്റ്റോറി പറയാമോ എന്നും ചോദിച്ചുകൊണ്ട് കമൻറ്റ് കണ്ടായിരുന്നു. കുറേ പേർക്കെങ്കിലും അത് ഒരു അനുഭവമാകും, പിന്നെ മോട്ടിവേഷൻ ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ഞാൻ വലിയ മോട്ടിവേഷനും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല, എങ്കിലും എൻ്റെ ജീവിതം ശരിക്കും പലർക്കും ഒരു പാഠമാണ്. സത്യമായിട്ടും ഞാൻ പറയുന്നത്, ഇന്നത്തെ തലമുറ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു കുഞ്ഞിക്കാര്യം ഉണ്ടെങ്കിലും ഒന്നെങ്കിലും സൂയിസൈഡ് ചെയ്യുന്നു. ഈയിടെ കണ്ടോ, ഒരമ്മയും മോളും കൂടെ കല്യാണം കഴിച്ച് അവനെ കണ്ടു കഴിഞ്ഞാൽ കുറ്റം നമ്മൾ ആരെയും പറയാൻ പാടില്ല. എത്ര നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന കണക്കിരിക്കുന്ന ഒരു പെങ്കൊച്ച്, പക്ഷെ അവനെ ആ പെങ്കൊച്ചിനെ കൊണ്ട് കെട്ടിച്ചത് കണ്ടോ. എന്നിട്ട് ഒരു വഴിക്കും അവനെ കാണാനും കൊള്ളത്തില്ല, ഒരു ആരോഗ്യസ്ഥിതി പോലും ഇല്ലെന്ന് തോന്നുന്ന ഒരു പ്രകൃതമാണ് അവൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ട്. എന്നിട്ട് ഇത് കളിയാക്കി ഞാൻ പറഞ്ഞാൽ സത്യം ഞാൻ പറയാം, ആ പെണ്ണെ കണ്ട അത്രയ്ക്കും നല്ല മിടുക്കിയ ഒരു കൊച്ച്. എന്നിട്ട് 200 പവനും സ്വത്തും എല്ലാം കൊടുത്തിട്ട് അവൻ ആ പെങ്കൊച്ചിനെ ടോർച്ചർ ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് ദ്രോഹിച്ച് അവൾ വന്നതിന് ശേഷം ഭാഗ്യം പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നെല്ലാം പറഞ്ഞ് ലാസ്റ്റ് ആ പെങ്കൊച്ച് വന്ന് ആ പെങ്കുഞ്ഞിൻ്റെ അവരുടെ അച്ഛൻ മരിച്ചു പോയതായിരുന്നു. നിങ്ങളെല്ലാവരും ന്യൂസിനകത്ത് കണ്ടു കാണുമല്ലോ. ആ അമ്മയും മകളും കൂടെ സൂയിസൈഡ് ചെയ്തു. എനിക്ക് ശരിക്കും ആ അമ്മയോടും മകളോടും ഉള്ളിനുള്ളിൽ ദൈവം എന്നാ നല്ല ഇതുള്ളവരാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷേ ആ ചെയ്ത പ്രവൃത്തിയോട് എനിക്ക് മഹാവെറുപ്പും ദേഷ്യവും തോന്നി. കാരണം എന്നാന്ന് ഞാൻ പറയട്ടെ, അവർക്ക് ജീവിക്കാൻ പാടില്ല ഈ ലോകത്തിൽ. എന്തിനേലും ഒരു പോംവഴിയാണോ സൂയിസൈഡ്? ഒന്നിനും ഒരു പോംവഴിയല്ല സൂയിസൈഡ്. അത് തന്നെയല്ല, നിർവാഹം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വിചാരിക്കാം, ദൈവമേ അവർക്ക് പണി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അവർക്ക് രോഗമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ആരും പണി കൊടുക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അഭിമാനം, ഞാൻ ഇത്രയും വലിയ സ്റ്റാൻഡേർഡായിട്ട് ജീവിച്ചിട്ട് അവർക്ക് പണി ചെയ്ത് വേറെ പണിക്കൊന്നും പോകാൻ വയ്യാത്ത ഒരു സ്റ്റേജാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് അതിനകത്തൊരു കുഞ്ഞിക്കാരണമെങ്കിലും കാണാനുണ്ടെങ്കിൽ പറ്റിയ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാ ചെയ്തേ, അവർ അന്നേരത്തെ ആ ഒരു നിമിഷ നേരത്തെ ഒരു ഇത് കൊണ്ട് മോളെ പറഞ്ഞു, കെട്ടിയവനും ഇല്ല, മോളുടെ അപ്പനും മരിച്ചുപോയി, അപ്പോൾ ഇനി ഞങ്ങളങ്ങ് മരിച്ചേക്കാം. ആർക്കും പോകത്തില്ല, നിങ്ങൾക്ക് മാത്രം പോയി. പിന്നെ നിങ്ങളുടെ ആ ചേച്ചിയുടെ അച്ഛനമ്മയോ സ്വന്തക്കാരോ ബന്ധുക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് വിഷമവും വേദനയും വരും അല്ലേ. അല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തേലും പോയോ? ഒന്നും പോയില്ല. ഇങ്ങനെ കുറേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടല്ലോ. ഞാൻ ചിലപ്പോൾ അപ്പോഴൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പം മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ തീ കൊടുത്ത് നടന്ന് ശരിക്കും ചത്തേക്കാം എന്ന് കരുതിയ നിമിഷങ്ങളുണ്ട്. എന്നാ എന്നാലും വേണ്ടിയല്ല, തുലച്ച് കളഞ്ഞേക്കാം, ഇനി വേണ്ട ജീവിതം എന്ന് കരുതിയ നിമിഷങ്ങളുണ്ട്. ഇന്നും ഇന്നലെ ഈ 3-4 വർഷം കൊണ്ടൊന്നുമല്ല. എങ്ങനെ ഈ ജീവിതം തുലച്ച് കളഞ്ഞേക്കാം, വേണ്ട, ഇനി ഈ ജീവിതം വേണ്ടാന്ന് മനസ്സിൽ കരുതിയ സമയങ്ങളുണ്ടോ, ഒരു 20, 21, 22 വയസ്സ് സമയത്തൊക്കെ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് ആരായിക്കോട്ടെ, ആരും നമ്മുടെ മക്കളെ ദ്രോഹിക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ശരീരം എല്ലാം നീറി വേദന എടുത്ത് കഴിയുമ്പോൾ അങ്ങ് തീർത്തേക്കാൻ നമ്മുടെ ജീവിതം എന്ന് ഓർക്കും. പക്ഷേ ഉണ്ടല്ലോ, അങ്ങനെ ഓർത്ത പല സന്ദർഭത്തിൽ നിന്നും കരകയറി വന്നവളാണ് ഞാൻ. ഇല്ല, ജീവിതം എനിക്കിനി മുമ്പോട്ടേക്കുണ്ട്, എൻ്റെ മക്കളെ വളർത്തേണ്ടത് എൻ്റെ കടമയാണ്, ഞാൻ ജീവിച്ചേ പറ്റത്തുള്ളൂ. അതൊക്കെയായിരുന്നു അതിനുള്ള സൊല്യൂഷൻസ്. അന്നത്തെ കാരണങ്ങൾ അതൊക്കെയായിരുന്നു, എനിക്ക് എങ്ങനെയും ജീവിക്കണമെന്ന്. ഇന്ന് ഒരു പരിധി വരെ എന്തെങ്കിലും ഒരു കുഞ്ഞിക്കാര്യം ഉണ്ടെങ്കിൽ ട്രെയിനിന് മുമ്പിൽ പോയി ചാടിച്ചാന്നു. അന്ന് ആ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ട്രെയിനിന് മുമ്പിൽ ചാടി ഷൈനി കോട്ടയത്ത്, അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഞാൻ അതിനോടൊന്നും ഇതാകത്തില്ല. കാര്യം ഒരു സമയത്തെ സങ്കടം കൊണ്ട് വിഷമം കൊണ്ട് ഞാൻ ചത്തു, അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ആ കൂടെ അങ്ങ് ചത്തോട്ടെ, ഇനി ആയുധങ്ങളെ ആരും കുത്തണ്ട, അതൊക്കെ നല്ല മനസ്സുകൊണ്ടാന്നൊക്കെ മനസ്സിൽ ചിന്തിക്കും ഞാനും. പക്ഷേ ജീവിച്ച് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്ന് കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ വളർത്തി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സുവർണ്ണേ. ആരും ഇല്ലാത്ത ഒരു സമയത്തെ 10, 23 വയസ്സുള്ള ഒരു സമയത്തെ വിധവയായി 2 PM മാറാത്ത കുഞ്ഞുങ്ങളെ വളർത്തി ഒരു പണി അറിയത്തില്ല, പറമ്പിപ്പണി ഒന്നും അറിയത്തില്ല, ഒരു പണി അറിയത്തില്ലാത്ത ഒരു സ്ത്രീക്ക് ജീവിക്കണമെങ്കിൽ ഇച്ചിരി പാടാ, മക്കളെ വളർത്തണമെങ്കിലും ശകലം പാടാ.
അവിടുന്നൊക്കെ ഞാൻ കര കയറി ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അഭിമാനത്തോടെ ഞാൻ പറയുന്നതിനെ കേട്ടിട്ട് നീ ചങ്കു പൊടിയണ്ട, നീ വിഷമിക്കുകയും വേണ്ട. നിൻ്റെ വീട്ടിലെ ഞാൻ ഇപ്പോഴും പറയാണ്, ആവിയാകാതെയും പുകയാകാതെയും ഒക്കെ നീ നോക്ക്. പിന്നെ ദൈവം തന്നതാണ് മക്കളെയും നമ്മളെയും നമ്മുടെ ആയുസ്സും ഒക്കെ ദൈവം തന്ന. അത് ദൈവം തന്ന ദൈവത്തിനെ എടുക്കാനായിട്ട് അവകാശമുണ്ട്. അല്ലാണ്ട് നിന്നെ പോണക്കുള്ള ആരും ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒന്നും ആവത്തില്ല. പിന്നെ തമ്പുരാൻ വിളിക്കണോ? സന്തോഷത്തോടെ പോകാൻ തയ്യാറായിട്ടാണ് ഞാനിരിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ നിന്നെ പോണക്കുള്ള പിശാചുക്കൾ വന്ന് എന്നെ അങ്ങോട്ട് വിഷമിപ്പിക്കാം, എന്നെ അങ്ങോട്ട് ദ്രോഹിക്കാം, ഞാൻ അങ്ങോട്ട് എന്നാ പറഞ്ഞേ ഇതായി പോകും, ആവിയായി പോവും, ചാരമായി പോവും, ഭസ്മമായി പോവും എന്നൊക്കെ നിൻ്റെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ വെറും വെറുതെ കേട്ടോ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഞാൻ ഏത് സമയവും എൻ്റെ കണ്ണടയും വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കൊച്ചുമക്കൾക്കും ഒന്നും ഒരാപത്തും വരുത്തരുതേ. സാഹചര്യത്തിൽ നിന്നൊക്കെ തരണം ചെയ്ത് ഇവിടെ വരെ വന്ന് എത്തിയിട്ടുണ്ടെങ്കിലേ ഇനി മുമ്പോട്ടുള്ള ജീവിതവും ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. അല്ലാണ്ട് നിന്നെ പോണക്കുള്ള പുഴുക്കൾ ഒരെണ്ണേ വരുന്നുള്ളല്ലോ, രണ്ടെണ്ണേ വരുന്നുള്ളല്ലോ, 10 വരുന്നുള്ളല്ലോ, ഇതൊന്നും നീ അന്വേഷിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് തോന്നി. കാരണം കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു വീഡിയോക്കകത്ത്, നമ്മളെ ദ്രോഹിക്കാനായിട്ട് നമ്മളെ വിഷമിപ്പിക്കാനായിട്ട് ഇങ്ങനെ ചിലർ ഇറങ്ങും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്പോഴും ഞാൻ കണ്ടത് അല്ലായിരുന്നു. നേരത്തെ കണ്ടിരുന്നേ ഇനി നേരത്തെ ഞാൻ മറുപടി തന്നേനെയായിരുന്നു, കണ്ടില്ലായിരുന്നു. അപ്പം നിൻ്റെ ഈ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ, അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് ഞാൻ കരുതി. ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ അതിനടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറുപടിയെങ്കിലും ഈ വീഡിയോയ്ക്കും കൂടെ എങ്കിലും എന്തെങ്കിലും ഒരു മറുപടിയായിട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ആക്കാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയാൽ അപ്പം തന്നെ അത് ചെയ്യേണ്ടത് എന്നാന്നുള്ളത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് വേണ്ട അറിവുള്ളവർ. അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. നിനക്ക് പറ്റുമെങ്കിൽ ഈ കമൻറ്റിനും അല്ല ഈ വീഡിയോയ്ക്കും ആ കമൻറ്റിനും ഒക്കെ അടിയിലൊന്ന് റിപ്ലൈ താ കേട്ടോ. ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിനക്കായിട്ടും നിൻ്റെ വീട്ടുകാർക്കായിട്ടും വേണ്ടിയൊക്കെ ജീവിക്കുക. മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കാണ്ട് ക്രൂശിക്കാണ്ടൊക്കെ ജീവിക്കുക. വീട്ടിൽ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കുക. ഇന്ന് ലോകത്ത് നടക്കാത്ത ഒരു കാര്യമല്ല എൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. കല്യാണമൊക്കെ കഴിച്ചാൽ മക്കളെല്ലാവരും പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവരെല്ലാം എന്നും വീട്ടിൽ ഒന്ന് അമ്മനെ അപ്പനെ നോക്കി കാവലിരിക്കുകയല്ല. അല്ലെങ്കിൽ അങ്ങനൊന്നും അല്ല ജീവിതം. എല്ലാവരും സ്വയം പറന്ന് അങ്ങനെ തന്നെ ജീവിച്ച് ഇതാകണം. അവരുടേതായ എന്നാ പറയുന്നത് സുഖസൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ജീവിക്കണം. പക്ഷേ എനിക്കൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഈ ചെറുപ്രായത്തിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നിനുമുള്ള ഒരു ഇത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, സമയവും കിട്ടിയിട്ടില്ല. കാരണം കഷ്ടപ്പാടും എവിടെയെങ്കിലും പോയി പണിയണം, വീട്ടിൽ വരണം, കുഞ്ഞുങ്ങളെ ആറ്റിക്കൊണ്ട് അലക്കി കുളിപ്പിക്കണം, ഫുഡ് ഉണ്ടാക്കണം, വീട്ടിലെ പണി നോക്കണം, അതിനിടയ്ക്ക് തളർന്നു കൂത്തി എന്തെങ്കിലും കഴിച്ച് പറക്കി കിടന്ന് ഉറങ്ങണം. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ തന്നെ ചെയ്യണം. എവിടോട്ടെങ്കിലും പണിക്ക് ഓടിപ്പോകണം, പണിയണം. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരണം. ആ ഓട്ടപ്പാച്ചിലായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ കറങ്ങാനോ എന്നാ പറഞ്ഞ ഒരു സിനിമ കാണാനോ ഒരു ടൂറ് പോകാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പം ഇതെല്ലാം ദൈവം എനിക്ക് തരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നാളത്തേനല്ല ഇന്ന് നമ്മൾ ജീവിച്ച് കാണിക്കണം. ഇന്നത്തെ സന്തോഷ സുഖവും ഇന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ നാളത്തേനോ അല്ല നാളത്തെ കഴിഞ്ഞത്തേനോ അല്ല ഇന്നലെ അയ്യോ അതങ്ങനെ ആയിരുന്നല്ലോ അതല്ല ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ സുവർണ്ണയ്ക്ക് ആവശ്യത്തിനുള്ളതായെന്ന് എനിക്ക് തോന്നുന്നു. സുവർണ്ണയ്ക്ക് പറ്റുമെങ്കിൽ ഞാൻ ഇപ്പോഴും ഹൈഡ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞേക്കുന്നു. ഈ വീഡിയോയുടെ അടിയിലും വന്ന് നീ ഒരു കമൻറ്റ് ഇടുക പറ്റുവാണെങ്കിൽ കേട്ടോ. അപ്പം ഇത്രയെങ്കിലും ഞാൻ പറയട്ടെ. നിങ്ങൾ പറയാം, എൻ്റെ ഭാവനോപേക്ഷായ നിങ്ങൾ പറയാം. കുറേ പേര് ഇപ്പം പുതിയതായിട്ട് വന്നേക്കുന്ന കുറേ പേർക്ക് നമ്മളെ വലിയ കാര്യമായിട്ട് അറിയത്തില്ല. ചിലർ ചോദിക്കുന്നുണ്ട് എത്ര മക്കളാണ്, പിന്നെ സിന്ധുമ്മയുടെ കാര്യങ്ങൾ പറയാമോ, സിന്ധുമ്മ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഇത് ഭയങ്കര ടെൻഷനിലൊക്കെ നിൽക്കുമ്പോൾ സിന്ധുമ്മയുടെ ഓരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതൊരു ഇതാവാറുണ്ട് എന്നൊക്കെ കമൻറ്റ് നിങ്ങൾ വായിക്കാറില്ലേ. പിന്നെ പേഴ്സണലായിട്ട് എൻ്റെ വാട്സപ്പിലും വരാറുണ്ട്. സിന്ധുമ്മയുടെ ഒരു ദിവസത്തെ സംസാരം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര ഉണർവാണ്. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് സിന്ധുമ്മയുടെ വീഡിയോ കാണും, അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ കാണുന്ന കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത്. അത് പിള്ളേരായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, നമുക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ജീവിത അനുഭവം എന്നെ പഠിപ്പിച്ചേക്കുന്ന പാഠമുണ്ട്, കുറേ പാഠങ്ങളുണ്ട്. അതിലൂടെയാണ് ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി. എനിക്കിപ്പോൾ 48-49 വയസ്സാകാറായില്ലേ. 49 വയസ്സാവും, മാർച്ച് ആകുമ്പോഴത്തേക്കും 49 കയറും. അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെതായ ഉള്ള ഒരു ഇതെനിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നീ അന്വേഷിക്കണ്ട. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബാക്കി ഫാമിലി മെമ്പേഴ്സിനോടൊന്നും അല്ല ഞാനിത് പറഞ്ഞത്. പിന്നെ എനിക്ക് 1-2 കുഞ്ഞു കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു ആപത്ത് വന്നു,
നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരാപത്ത് വന്നു, നമുക്ക് സങ്കടമുണ്ടോ വിഷമമുണ്ടോ കാര്യങ്ങളുണ്ടോ എല്ലാം ശരിയാ, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. പക്ഷെ എന്നും നമ്മൾ അതിനെ ചൊല്ലി സങ്കടപ്പെട്ട് കരഞ്ഞ് തളർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതം മുമ്പോട്ട് പോകുന്നില്ല. പോവോ? ബാക്കി നമ്മളെ ബേസ് ചെയ്ത് എന്നാ പറയുന്നത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ആൾക്കാർ വേറെ ഉണ്ടാവും. ഒന്ന് നമ്മുടെ മക്കൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ കാണും, നമ്മുടെ പിന്നെ പിന്നെ സ്വന്തക്കാർ ബന്ധുക്കാർ അല്ലെ ഭർത്താക്കന്മാർ കാണും, അങ്ങനെയൊക്കെ കാണും. ഇപ്പം നമ്മുടെ ഒരാൾ മരിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്നും കുന്നും കരയുകയും സങ്കടപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അത് മറ്റുള്ള എല്ലാവരെയും ബാധിക്കും. നമ്മൾ സ്ട്രോങ് ആകേണ്ടിടത്ത് നമ്മൾ സ്ട്രോങ് ആയേ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ മുമ്പോട്ടേക്ക് കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. എങ്കിലേ ഈ ഇപ്പോൾ എൻ്റെ ഒരാൾ മരിച്ചുപോയി, എൻ്റെ വീട്ടിൽ ഒരാൾ മരിച്ചു പോയെങ്കിൽ ആ ആത്മാവിന് നിത്യശാന്തി പോലും കിട്ടില്ല. കാരണം നമുക്ക് സങ്കടമുണ്ടോ, നമ്മൾ കരയും. എത്ര ആളും നമ്മുടെ കൂടെ, എൻ്റെ മോനായി എൻ്റെ ആങ്ങളാ മരിച്ചു, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അവൻ്റെ കാര്യം പറയുമ്പോഴും അറിയാണ്ട് കണ്ണെന്നറിയും. കഴിഞ്ഞ ദിവസം അമ്മയുടെ അടുത്ത് ചെന്ന് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോഴും അവൻ്റെ ഫോട്ടോയിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണറിയാണ്ട് നിറയും. അത് സ്വാഭാവികം. അത് ആ രക്തബന്ധം, ആ സ്നേഹം, അവൻ നമ്മളോട് കാണിച്ചേക്കുന്ന ആ കരുതലിൻ്റേത്, ഒരു കരുതലിൻ്റെ ആ സ്നേഹം, അതൊക്കെയാണ്. പക്ഷേ എന്നും വെച്ച് നമ്മൾ എപ്പോഴും അത് ഓർത്ത് അയ്യോ അവൻ പോയല്ലോ ഇനി ഞങ്ങളെങ്ങനെ ജീവിക്കും അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞ് തളർന്നിരുന്നാൽ അവൻ മരിച്ചു പോയ എൻ്റെ ആങ്ങളുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും ആവരുത്. ഞാനിതിപ്പോൾ പറഞ്ഞ ആർക്കാ എന്തിനാണെന്നുള്ളതൊക്കെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ജീവിതത്തിൽ വരും. അതാണ് ജീവിതം. അത് നമ്മൾ എന്താ പറയുക, അതിനെല്ലാം ഉൾക്കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സിലെ എല്ലാ ഭാരവും നമ്മൾ ഇറക്കി വെച്ച് നമ്മുടെ മനസ്സ് കൈവിട്ട് പോയാൽ ഉണ്ടല്ലോ നമ്മുടെ ജീവിതം തളർന്നു പോകും. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേനും നമ്മളെ കൊല്ലറിയാനൊക്കെ ഭയങ്കര താല്പര്യമുള്ളവരെ ഇന്ന് ഈ ലോകത്തുള്ള മനുഷ്യരൊക്കെ ഒരു പരിധി മുക്കാലും എങ്ങനെയെങ്കിലും കല്ലെടുത്ത് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അവരെ ഒന്ന് വേദനിപ്പിക്കാം, ദ്രോഹിക്കാം. പക്ഷെ ആ എറിയാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കരുത്. നമ്മൾ തടയണം, സ്ട്രോങ് ആയിട്ട് തന്നെ തടയണം. ഒരേ ഒരു പ്രാവശ്യം എറിയാൻ സമ്മതിക്കാവുള്ളൂ, പിന്നീട് അവളെ എറിയാൻ സമ്മതിപ്പിക്കരുത്. ഇപ്പം സുവർണേനെ എന്ന പോലെ നമ്മൾ വേണം നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്, അല്ലാണ്ട് വേറെ ഒരു മനുഷ്യരും അല്ല തീരുമാനിക്കുന്നത്. നമ്മൾ എന്നാണെന്ന് നമ്മളോട് നമുക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്റ്റ് വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം പൂർണ്ണതയിലാകത്തുള്ളൂ. എല്ലാ ജീവിതത്തിലും എന്തെങ്കിലും വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് പവറായിട്ട് മുമ്പോട്ട് പോകണം. എങ്കിൽ മാത്രമേ ജീവിതം ആകത്തുള്ളൂ. എനിക്കറിയാം ഞാൻ ചിരിച്ചുകൊണ്ടുള്ളതും സന്തോഷമുള്ളതും കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്ന വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ ചെയ്യാനാണ് കൊടുക്കേണ്ട ഈ സമയത്ത് കൊടുക്കാത്തതിൻ്റെ കുറേ ഫലം അനുഭവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. പക്ഷെ ഇനി അത് പറ്റില്ല. ഇനി ഞാൻ ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടാൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കും. ഇത്രയും നാൾ ഞാൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട പോട്ടെ എന്ന് വെച്ചിരുന്നു. പക്ഷെ ഇനി എന്ത് കണ്ടാലും ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാലും ഞാൻ പ്രതികരിച്ചിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് സാരം ഇതൊന്നും കണ്ടിട്ട് ഒന്നും ഇതാവണ്ട. ഇത്രയൊക്കെ പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞു കേട്ടോ. നിങ്ങളെല്ലാവരും ക്ഷമിച്ച് കളഞ്ഞേരെ. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഇവിടെ ഇടുക്കി ജില്ലയിൽ ഇവിടെ 2-3 സ്ഥലങ്ങളിലൊക്കെ മഴയൊക്കെ പെയ്തു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈറ്റക്കാലത്ത് മഴ പെയ്യുന്നത് നമ്മുടെ ഡെന്നി എടുത്തിട്ടേക്കെന്ന് കണ്ടു. പക്ഷേ ഈ നമ്മുടെ ഇങ്ങോട്ടേക്കൊക്കെ മൂടിക്കെട്ടിയൊക്കെ നിൽപ്പുണ്ട്. മഴ പെയ്തിട്ടില്ല, പെയ്യുമായിരിക്കും. 2-3 ദിവസം കൊണ്ടൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലായിടത്തും ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളും എന്താ പറയുന്നത് ഒക്കെ കാണുന്നുണ്ട്. ന്യൂസിനകത്തും കാര്യങ്ങളും ഫോൺ എടുത്താലും ഒക്കെ കുഞ്ഞുങ്ങൾ ഛർദി ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക. വേനൽക്കാലം ആകുമ്പോഴത്തേനും വരണ്ട കാറ്റും കാര്യങ്ങളും വെയിലും ചൂടും ഒക്കെ ആകുമ്പോൾ നമുക്ക് വേറെ അസുഖങ്ങളൊക്കെ വരും. മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം അതെ അല്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അസുഖത്തിൻ്റെ രൂപത്തിൽ. പക്ഷെ നമ്മളെല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക, ശ്രദ്ധിക്കുക. പിന്നെ എന്നാ പറയാനുള്ളത്, പിന്നെ ഇനിയും നമുക്ക് നല്ല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം. കാരണം ഞങ്ങൾ 1-2 കുഞ്ഞു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പോൾ അതിനൊക്കെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായി, സിന്ധമ്മയുടെ ലൈഫ് സ്റ്റോറി പറയാമോ, കുറേ പേർക്ക് അത് ഒരു മോട്ടിവേഷൻ ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ മുമ്പേ അത് പറഞ്ഞുകൊണ്ട് വന്നിട്ട് പിന്നെ അത് വേറെ സംസാരത്തിലോട്ടായിപ്പോയി. അപ്പം ഞാൻ ഉറപ്പായിട്ടും പറയാം. ഞാനൊരു വീട്ടിൽ സാധാ ഒരു അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറഞ്ഞ ഒരു മോളാണ്. ഞാൻ അത് ഒരു വീഡിയോസായിട്ട് വരാം. അത് ഒരു വീഡിയോയും കൊണ്ടൊന്നും തീരെയല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് ബാല്യം, ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം 5 ഇതുണ്ടല്ലേ. ആ 5 കാര്യത്തിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിത ലൈഫ് സ്റ്റോറി ഉറപ്പായിട്ടും പറയാം.
വരാം കേട്ടോ, ഉറപ്പായിട്ടും അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ പറയാം. അപ്പം കുറച്ചൊക്കെ രസകരവും ചിരിക്കാനും അതുപോലെ തന്നെ കുറച്ചൊക്കെ സങ്കടപ്പെടാനും ഒക്കെ ഉള്ളതാണ് എൻ്റെ ജീവിതം. എങ്കിലും ദൈവം ഞാൻ പറഞ്ഞില്ലേ, ദൈവം എല്ലാവരെയും എപ്പോഴും ഒരു കുഴി തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയല്ല, ദൈവം ഉയർത്തിക്കൊണ്ട് തന്നെ വരും. നമ്മൾ വേദന അനുഭവിക്കുന്നവരെ നമുക്ക് സഹിക്കാൻ ശക്തിയുള്ളവർക്ക് ദൈവം കൂടുതൽ ഇതൊക്കെ തരും, അവർക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ തരും. പിന്നെ ദൈവത്തിൻ്റെ ഒരു കളിയും കൂടി അത് എന്നാണെന്നറിയോ, നമ്മൾ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോവോ എന്നുള്ളൊരു പരീക്ഷണവും കൂടിയാണ് കേട്ടോ സത്യത്തിൽ. പക്ഷെ നമ്മൾ അകന്നു പോകാൻ പറ്റുമോ? ഇല്ല. നമ്മളത് ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോഴേ നമ്മളെ ഒന്നുകൂടെ ചേർന്ന് നിൽക്കണം. കഴിഞ്ഞ ദിവസം ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ ആ നടൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ നടൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അത് എൻ്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്. എന്നറിയോ, എടാ നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനം നേടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കേ ദൈവം അത് എങ്ങനെയും നമ്മുടെ കയ്യിൽ നിന്ന് തട്ടി മാറ്റി കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി വെക്കും. നമ്മളതും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് നമ്മൾ ഒരു സിനിമയ്ക്കകത്ത് സ്വർണം ചെളിക്കകത്തോട്ട് ഇടുന്നതും ഒക്കെയാണ് ആ സിനിമയുടെ പേരെന്താണോ എൻ്റെ ദൈവമേ. അപ്പം എന്നെ അതാരാ ആരണ്ടോ കൊണ്ട് കാണിച്ചാണല്ലോ ഈ പിള്ളേർ. ഈയിടെ ഞങ്ങളിവിടെ പോയപ്പോൾ ബസ്സാൻ കണ്ട സിനിമയാണ്. അപ്പം പിന്നെ അത് നമ്മൾ പിന്നെയും അതെങ്ങനെയെങ്കിലും നേടിയെടുക്കാനായിട്ട് നോക്കി നമ്മൾ അതിൻ്റെ അടുത്ത് വരെ എത്തുമ്പോഴത്തേനും ദൈവം അത് എങ്ങനെയും തട്ടിത്തെറിപ്പിച്ച് കുറേ ദൂരത്തോടുകൂടെ മാറ്റും. അപ്പം നമുക്ക് ദേഷ്യമാകും, വാശിയാകും, അത് നേടിയെടുക്കാനുള്ള ഇതാവും. എങ്ങനെയെങ്കിലും നമ്മൾ നേടിയെടുക്കും. പക്ഷേ എങ്ങനെയെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് അത് നേടിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിലൊരു സന്തോഷമുണ്ട്. എന്നാന്നറിയോ, പക്ഷെ അതെന്തിനാ ദൈവം നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട് ചെയ്യുന്നതാ. നമ്മളെ എന്തുമാത്രം ഇതാക്കിയാലും നമ്മളത് നേടിയെടുക്കുമോ എന്നുള്ള പരീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ദൈവം എല്ലാവരെയും എന്നും ഓരോ കണക്ക് സങ്കടത്തിലും ദുഃഖത്തിലും ഒന്നും ഇട്ടക്കത്തിലും എല്ലാ മനുഷ്യരെയും ദൈവം എന്നും അത്രയും കരുതലോടെയും കാവലോടെയും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാം ദൈവത്തിൻ്റെ തിരിഹിതം പോണെങ്കിൽ നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് ഇന്നത്തെ വിശേഷം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പ്രത്യേകിച്ച് പിന്നെ വേനൽ മഴയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇന്നിവിടെ മഴ 2-3 സ്ഥലങ്ങളിൽ പെയ്ത കാര്യം പറഞ്ഞ ഒരു കൊതുക് കയറിയിട്ടുണ്ട്. ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക, സൂക്ഷിച്ചിരിക്കുക. പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരാതെ എല്ലാവരും നല്ല സുരക്ഷിതരായിട്ട് കെയർഫുള്ളായിട്ടിരിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക, പിന്നെ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.